വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലാണ്. പ്രീവിയസ് ഇയറിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിന്റെ അനുബന്ധ വസ്തുതകളും കൂടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടാവും. ക്ലാസ് ശ്രദ്ധിച്ചു പോവാട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക എന്നാണ് പറയുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക എന്നാ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 നാഷണൽ ഗെയിംസ്. അപ്പൊ നമ്മൾ 2023 നടന്ന നാഷണൽ ഗെയിംസ് അഥവാ ദേശീയ ഗെയിംസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 3 ഓപ്ഷൻസും ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് 2023 നാഷണൽ ഗെയിംസില് ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ നാഷണൽ ഗെയിംസില് ഓവറോൾ ചാമ്പ്യന്, അതായത് നാഷണൽ ഗെയിംസില് ഓവറോൾ ചാമ്പ്യന് എന്ത് കിട്ടും? ട്രോഫി കിട്ടും അല്ലെ. ഓവറോൾ ചാമ്പ്യന്മാർക്ക് കൊടുക്കുന്ന ട്രോഫിയുടെ പേര് എന്താണ്? രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി. ആ ട്രോഫിയുടെ പേര് പഠിക്കണം. രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി ആർക്കാ കിട്ടിയത്? മഹാരാഷ്ട്രക്കാണോ കിട്ടിയെന്നാ ചോദിക്കണേ. ഉത്തരം ശരിയാണ്. ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ 2023 നാഷണൽ ഗെയിംസില് ഓവറോൾ ചാമ്പ്യന്മാർക്ക് കൊടുക്കുന്ന രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി നേടിയത് ആരാണ്? മഹാരാഷ്ട്രയാണ്. ഇനി അടുത്തത്, ഇതിന്റെ വേദി എവിടെയാണെന്നാണ് അടുത്ത ഓപ്ഷൻ പറയണത്. 2023 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയായിരുന്നു. നമ്മൾ എത്രയോ ചോദ്യങ്ങളിൽ ഇത് പഠിച്ചതാണ്. ഗോവയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഗോവയാണ്. ആ ഓപ്ഷനും ശരിയാണ്. അടുത്ത ചോദ്യം എന്താണ്? 2023 നാഷണൽ ഗെയിംസിൽ നീന്തലില് അതായത് നീന്തൽ മത്സരത്തില് കേരളത്തിന്റെ സാജൻ പ്രകാശ് സ്വർണം നേടി. നീന്തലില് കേരളത്തിന്റെ സാജൻ പ്രകാശ് സ്വർണം നേടി. ഇതും ശരിയാണ്. അപ്പോ തന്നിട്ടുള്ള ഓപ്ഷൻസ് 3ഉം ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 2023 നാഷണൽ ഗെയിംസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 37ാമത്തെ നാഷണൽ ഗെയിംസ് ആയിരുന്നു 2023 നടന്നത്. 37ാമത്തെ നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഗോവയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. 37ാമത്തെ നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗയായിരുന്നു. മോഗ എന്ന ഒരു കാട്ടുപോത്തായിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം. മോഗ എന്ന കാട്ടുപോത്താണ് 37ാമത്തെ നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. കേട്ടോ? ഈ 37ാമത്തെ നാഷണൽ ഗെയിംസിന്റെ മുദ്രാവാക്യം ഗെറ്റ് സെറ്റ് ഗോവ എന്നാണ്. എന്തായിരുന്നു മുദ്രാവാക്യം? ഗെറ്റ് സെറ്റ് ഗോവ. ഗെറ്റ് സെറ്റ് ഗോവ എന്നതായിരുന്നു മുദ്രാവാക്യം. അപ്പൊ ഗെറ്റ് സെറ്റ് ഗോവ എന്നതാണ് മുദ്രാവാക്യം. ഇനി 37ാമത്തെ നാഷണൽ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ്? ഒന്നാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയ്ക്ക് 228 മെഡലുകളാണ്. 228 മെഡലുകളാണ്. കേരളത്തിന് എത്രാമത്തെ സ്ഥാനമാണ്? കേരളത്തില് 5ാം സ്ഥാനമാണ്. കേരളത്തിന് 87 മെഡൽ കിട്ടി. കേരളത്തിന് 5ാം സ്ഥാനമാണ്, 87 മെഡലാണ് കിട്ടിയത്. അപ്പൊ നോക്കിയേ, 2023 നാഷണൽ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാർക്ക് കൊടുക്കുന്ന രാജാ ബലീന്ദ്ര സിംഗ് ട്രോഫി നേടിയത് മഹാരാഷ്ട്രക്കാണ്. മഹാരാഷ്ട്രയ്ക്ക് 228 മെഡലുകളാണ് കിട്ടിയത് ഇല്ലേ. ഇനി 5ാം സ്ഥാനത്ത് കേരളമാണ്. കേരളത്തിന് 87 മെഡലാ കിട്ടിയേ. വേദി ഗോവയായിരുന്നു. മോഗ എന്ന കാട്ടുപോത്താണ് ഭാഗ്യചിഹ്നം. ഗെറ്റ് സെറ്റ് ഗോവ എന്നുള്ളതായിരുന്നു അതിന്റെ മുദ്രാവാക്യം അല്ലെ. ഇനി അടുത്തത് നീന്തൽ താരം പ്രകാശ് അല്ലെ, സാജൻ പ്രകാശ് കേരളത്തിന് വേണ്ടി ആദ്യ സ്വർണം നേടി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ പ്രധാനമാണ്. അപ്പൊ നമ്മള് ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ അനുബന്ധ വസ്തുതകളും കൂടി പഠിക്കേണ്ടായി അല്ലെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നേ. അടുത്ത ചോദ്യത്തിൽ ചോദിക്കുന്നത് നാറ്റോന്റെ കാര്യമാണ്. നാറ്റോന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാന്നാ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മാർക്ക് റൂട്ടെ. നേരിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. മാർക്ക് റൂട്ടെ എന്ന് പറയുന്ന ആള്, മാർക്ക് റൂട്ടെ എന്ന് പറയുന്ന ആളാണ് നാറ്റോന്റെ സെക്രട്ടറി ജനറൽ. മാർക്ക് റൂട്ടെ ആരാണ്? മാർക്ക് റൂട്ടെയാണ് നാറ്റോന്റെ സെക്രട്ടറി ജനറൽ. അപ്പൊ നമ്മള് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഓർക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗൂട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസ്. ആന്റോണിയോ ഗൂട്ടറസ് ആണ്. ആന്റോണിയോ ഗൂട്ടറസ് ആണ് ആരുടെ സെക്രട്ടറി ജനറൽ? ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസ് ആണ് എന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ യുനെസ്കോന്റെ ആണ്. യുനെസ്കോ
ചോദിക്കുകയാണ്, യുനെസ്കോന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ആൻഡ്രേ അസൗലെ. എന്താണ്? ആൻഡ്രേ അസൗലെ. ആൻഡ്രേ അസൗലെ. ആൻഡ്രേ അസൗലെ ആണ്. ആൻഡ്രേ അസൗലെ യുനെസ്കോന്റെ സെക്രട്ടറി ജനറൽ, സോറി, യുനെസ്കോന്റെ ഡയറക്ടർ ജനറൽ ആൻഡ്രേ അസൗലെ. യുനെസ്കോ ഡയറക്ടർ ജനറൽ ആൻഡ്രേ അസൗലെ, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്രസ്, നാറ്റോന്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. നാറ്റോന്റെ മാർക്ക് റൂട്ടെ, UNOന്റെ ആന്റോണിയോ ഗൂട്രസ്, യുനെസ്കോന്റെ എന്താണ്? ആൻഡ്രേ അസൗലെയാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം ചോദിച്ചത് എന്താച്ചാ, മാംഗനീസ് ഉൽപാദനത്തിൽ, മാംഗനീസ് പ്രൊഡക്ഷനില് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാത്? അതിൽ ആൻസർ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് അത് ക്യാൻസൽ ആക്കി. പക്ഷെ നമ്മൾ പഠിക്കണം, മധ്യപ്രദേശിനാണ് മാംഗനീസ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം, മധ്യപ്രദേശ് ആണ്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കുക, ചെമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനവും മധ്യപ്രദേശ് ആണ്. ചെമ്പിൽ 1-ാം സ്ഥാനവും മധ്യപ്രദേശ് ആണ്. വെള്ളിയിൽ 1-ാം സ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ ചെമ്പ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മധ്യപ്രദേശ്, മാംഗനീസ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മധ്യപ്രദേശ്, വെള്ളി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാൻ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? വെള്ളി ഉൽപാദനം രാജസ്ഥാൻ, ചെമ്പുൽപാദനം ചെമ്പുൽപാദനം മധ്യപ്രദേശ്, മാംഗനീസ് ഉൽപാദനവും മധ്യപ്രദേശ്. ഇനി കേന്ദ്ര സർക്കാർ, അടുത്ത ചോദ്യം ഇതാണ്, കേന്ദ്ര സർക്കാർ 2023-24 ബഡ്ജറ്റ് നടന്നില്ലേ? അപ്പൊ ആ ബഡ്ജറ്റ് നടന്ന സമയത്ത് ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയുടെ പ്രത്യേകത എന്താ പറയണ വെച്ചാ, തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കണ്ടൽ കാടുകൾ സംരക്ഷിക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പൊ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷിക്കാനായിട്ട് 2023-24 കാലഘട്ടത്തില് സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിച്ചപ്പോ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് മിഷ്ടി പദ്ധതി എന്നാണ്. പദ്ധതിയുടെ പേര് മിഷ്ടി, MISHTI, മിഷ്ടി പദ്ധതി. അതായത് ദ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്, അതാണ് അതിന്റെ പൂർണ്ണ രൂപം. മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം. ഇന്ത്യൻ തീരപ്രദേശത്തെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് 2023-24 ബഡ്ജറ്റിൽ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് മിഷ്ടി പദ്ധതി. എന്താണ് മിഷ്ടി പദ്ധതി? അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ലോക്സഭ 2024 നടന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷനുകളാണ് തന്നേക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാം ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 4 ഓപ്ഷനും വായിക്കാം. കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ നടന്നു. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. ഒരു ഓപ്ഷൻ കണ്ടോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഡേറ്റ് അടക്കം പഠിച്ചു വെക്കണം എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ? കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നടന്നത് എന്നാണ്? വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. 2024 ജൂൺ 4-നാണ് വോട്ടെടുപ്പ് നടന്നത്. കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് എവിടുന്നാണ്? വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. വയനാട് നിന്ന് രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്. വയനാട് രാഹുൽ ഗാന്ധിക്കാണ് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്. ഇതൊക്കെ ശരിയാണ്. അടുത്ത, കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയത്, കൂടുതൽ ഭൂരിപക്ഷം നേടിയത് വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ കുറവ് ഭൂരിപക്ഷം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടൂർ പ്രകാശ് ആണ്. ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശ് ആണ്. ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശ് ആണ്. ഇത്രയും കാര്യം നമ്മൾ ഇതിൽ ഓപ്ഷനിൽ തന്നിട്ടുള്ളതാണ്. ഓപ്ഷനിൽ തന്നതൊക്കെ ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് 18ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് മനസ്സിലാക്കുക. 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ രണ്ടാം ഘട്ടത്തിലാണ് എവിടെ നടന്നത്? കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത് എന്ന്
ഓർത്തു വെക്കുക. 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ. ഇപ്പൊ 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ നടന്നത്. ഇനി അടുത്തത് സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്ന്, സംവരണം ഉള്ള സീറ്റുകളുണ്ട്, അതുപോലെ തന്നെ സംവരണം ഇല്ലാത്ത സീറ്റുകളുണ്ട് അല്ലെ. അപ്പൊ സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്നും വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത. സാധാരണ ST വിഭാഗത്തിന് എന്തുണ്ട്? സംവരണം ഇല്ലേ? ഇവിടെ പറയാണ് സംവരണം ഇല്ലാത്ത സീറ്റുകളിൽ നിന്നും, സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്നും വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരാണ്? അങ്ങനെ ഒരു ചോദ്യം കൂടെ പഠിച്ചു വെക്കുക. അവരുടെ പേര് പ്രിയങ്ക ജാർക്കി ഹോളി എന്നാണ്. പേര് ഇതാണ്, പ്രിയങ്ക. എന്താണ് പേര്? പ്രിയങ്ക ജാർക്കി ഹോളി എന്നാണ് അവരുടെ പേര്. അപ്പൊ പ്രിയങ്ക ജാർക്കി ഹോളി സംവരണമില്ലാത്ത എന്താ പറയാ സീറ്റിൽ നിന്ന് വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിതയാണ്. ഇനി അടുത്തത് 18ാമത്തെ ലോക്സഭാ ഇലക്ഷനില് ഏകപക്ഷീയമായി വിജയിച്ച വ്യക്തി ആരാണ്? ഏകപക്ഷീയമായി വിജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകേഷ് ദലാൽ ആണ്. ആരാണ്? മുകേഷ് ദലാലാണ് കേട്ടോ, മുകേഷ് ദലാൽ. ഈ പ്രിയങ്ക എവിടെ നിന്നാണ്? കർണാടകയിൽ നിന്നാണ് വിജയിച്ചതെങ്കിൽ മുകേഷ് ദലാല് സൂററ്റിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം. ഇനി 18ാമത്തെ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തി ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഷോംപെൻ ഗോത്ര വിഭാഗം, ഗോത്ര വിഭാഗം ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇവര് 18ാമത്തെ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തി. അപ്പൊ 18ാമത്തെ ലോക്സഭാ ഇലക്ഷൻ 2024 നടന്നു. അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ മൊത്തം പഠിക്കുകയാണ്. 18ാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് നടന്നേ, 2024 നടന്നേ, 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നേ. 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ നടന്നത്. കേരളത്തിൽ 2024 ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടന്നു. വോട്ട് എണ്ണിയത് 2024 ജൂൺ 4 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വയനാട് ജില്ലയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കും, കുറവ് ഭൂരിപക്ഷം ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശും നേടി. സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്ന് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരാണ്? പ്രിയങ്ക ജാർക്കി ഹോളിയാണ്. കർണാടകയിൽ നിന്നാണ് വിജയിച്ചത്. 18ാമത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഏകപക്ഷീയമായി വിജയിച്ച വ്യക്തി മുകേഷ് ദലാലാണ്, സൂററ്റിൽ നിന്നാണ്. 18ാമത്തെ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഷോംപെൻ ഗോത്ര വിഭാഗമാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് നമ്മൾ ലോക്സഭാ ഇലക്ഷനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അപ്പൊ തെരുവുനായ ആക്രമണം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം? നഷ്ടപരിഹാരം കൊടുക്കണം അല്ലെ. ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേര് ജസ്റ്റിസ് സിരി ജഗൻ എന്നാണ്. ജസ്റ്റിസ് സിരി ജഗൻ എന്നാണ്. ക്ലിയർ ആയ മക്കളെ? ജസ്റ്റിസ് സിരി ജഗൻ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചു വയ്ക്കുക. കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് സിരി ജഗൻ ആണ്. ഇനി അടുത്തത് നമുക്ക് അറിയുന്ന ഒരു പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അല്ലെ. ഈ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ വേതനം എത്രയാണെന്ന് ചോദിച്ചത്. പുതിയ വേതനം എത്രയാണെന്ന് ചോദിച്ചിട്ട് ശരിക്കും ആൻസർ അതിനുണ്ടായിരുന്നില്ലേ. 2025 ഏപ്രിൽ 1 മുതൽ പുതിയ വേതനം എത്രയാക്കി? 369 രൂപയാണ്. 2025 ഏപ്രിൽ 1 മുതൽ 369 രൂപയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തത് 2024 തണ്ണീർത്തട ദിനം. 2024 എന്താ പറയണത്? തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞത്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് 2024 എന്താണ് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഈ തണ്ണീർത്തട ദിനം എന്നാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ.
എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞെന്ന് സ്പൂൺ ഫീഡിങ് പോലെ ആവും. അതായത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തണ്ണീർത്തട ദിനം എന്താണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താന്ന് നമ്മൾ പഠിച്ചു. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. ഇതിനു മുമ്പ് പലപ്പോഴും ചോദിച്ചതാ. അപ്പൊ തണ്ണീർത്തടത്തിന്റെ പ്രമേയമാണ് ഇപ്രാവശ്യം ചോദിച്ചത്, തണ്ണീർത്തടവും ക്ഷേമവും. അടുത്തത് എർത്ത് റൈസ്. എർത്ത് റൈസ് പകർത്തിയ ട്ടാ. എർത്ത് റൈസ് എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്ര ദൗത്യത്തിലെ അംഗം ആരാണ്? അപ്പോളോ 8 ചാന്ദ്ര ദൗത്യത്തിലെ അംഗം ആരാണ്? ചാന്ദ്രദൗത്യം. അപ്പോളോ 8 ചാന്ദ്രദൗത്യം എന്ന് പറയുന്നതില് ഒരു വ്യക്തി, 3 പേരാ ഉണ്ടായിരുന്നതില്. അതിൽ ഒരാള് മരിച്ചു. അപ്പൊ അയാളുടെ പേരാണ് ഓപ്ഷൻ ആരാണെന്ന് മനസ്സിലാക്കുക. വില്യം ആൻഡേഴ്സ് ആണ് മരിച്ചത്. വില്യം ആൻഡേഴ്സ്, ഇദ്ദേഹമാണ് മരിച്ചത്. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു വില്യം ആൻഡേഴ്സ് എന്ന് പറയുന്ന ആൾ. അപ്പൊ നമ്മളോട് മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വില്യം ആൻഡേഴ്സിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നൊന്ന് പഠിച്ചു നോക്കിയേ. ജിം ലോവൽ ആരാണ്? അടുത്ത ആള് ജിം ലോവൽ ഉണ്ടായിരുന്നു. വില്യം ആൻഡേഴ്സ്, ജിം ലോവല്. അടുത്ത ആൾ ആരാ? ഫ്രാങ്ക് ബോർമാൻ. ഈ 3 പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രാങ്ക് ബോർമാൻ, ജിം ലോവൽ, വില്യം ആൻഡേഴ്സ്. ഫ്രാങ്ക് ബോർമാൻ, വില്യം ആൻഡേഴ്സ്, ജിം ലോവൽ. ഫ്രാങ്ക് ബോർമാൻ, വില്യം ആൻഡേഴ്സ്, ജിം ലോവൽ. ഇവര് 3 പേരുമാണ് നമ്മുടെ ചാന്ദ്രയാൻ 8 ചാന്ദ്രയാൻ അല്ലെ എന്താ പറയുന്നത്, അപ്പോളോ എർത്ത് റൈസ് ചാന്ദ്രദൗത്യം, ചാന്ദ്രയാൻ 8 അല്ല, ചാന്ദ്രദൗത്യം. അപ്പോളോ 8 ചാന്ദ്രദൗത്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? വില്യം ആൻഡേഴ്സ്, ജിം ലോവൻ, ഫ്രാങ്ക് ബോർമാൻ. എർത്ത് റൈസ് പകർത്തുകയാണ് അല്ലെ. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യത്തിലെ സംഘാംഗങ്ങളാണ്. ഇനി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അപ്പോളോ 8 വിക്ഷേപിക്കപ്പെട്ട വർഷം എന്നാണെന്ന് മനസ്സിലാക്കുക. 1968 ഡിസംബർ 21. ഇനി അങ്ങനെ ചോദിച്ചാലോ, 1968 ഡിസംബർ 21 എന്ത് അപ്പോളോ 8 വിക്ഷേപിച്ചത്. 1968 ഡിസംബർ 21 അപ്പോളോ 8 എന്താണ്? എർത്ത് റേസ് പകർത്തിയതാണ് അത്. അതിൽ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗമാണ് ആരെന്നാ പറഞ്ഞ ആരാണ് മരിച്ചത്? വില്യം ആൻഡേഴ്സ് ആണ് മരിച്ചത്. അതുപോലെ തന്നെ ജിം ലോവലും ഫ്രാങ്ക് ബോർമാനുമാണ് എന്ത് മറ്റ് 2 അംഗങ്ങള്. ഞാൻ ചിലപ്പോൾ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് എൻ്റെ ഹെൽത്ത് അത്ര ശരിയല്ല. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തതിന് ശേഷം വന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാണ്. വീഡിയോ മിസ്സാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പറഞ്ഞതിൽ തെറ്റ് ചിലപ്പോൾ ഇടയിലൊക്കെ എന്താ പറയാ ഒന്ന് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. അപ്പൊ അതൊന്ന് ക്ഷമിക്കാട്ടോ മക്കളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ എങ്കിലും തരണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇട്ടത്. അപ്പൊ കാലത്തേക്കുള്ള വീഡിയോ ഒക്കെ 2028 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു എനർജി എനിക്ക് ഇല്ലാതിരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക എല്ലാവർക്കും നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. നാളെ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഒരു എക്സാം ഉണ്ട് എന്നുള്ളത് മറക്കരുത് കേട്ടോ.